എല്ലാവർക്കും ജനതാ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഒരു ഇന്നോവ ഹൈക്രോസ് ആണ്. 2025 മോഡൽ ഏറ്റവും ബേസായ GX ഓപ്ഷനാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊരു ടോപ്പ് എൻഡുമായിട്ട് കൂടെ നിൽക്കുന്ന രീതിയിലുള്ള ലുക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മെയിനായിട്ട് ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ PPF ചെയ്തിട്ടുണ്ട്. അൾട്രാ ഗാർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 5 ഇയർ വാറൻറ്റിയുള്ള PPF ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 5 വർഷം പ്രോപ്പറായിട്ട് സർവീസ് കിട്ടുന്നതാണ്. നിങ്ങളുടെ വാഹനം ബ്ലാക്കിഷ് ഷെയ്ഡ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അഗേഹ ബ്ലാക്കോ ഏതെങ്കിലും ഷെയ്ഡ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും PPF തന്നെ ഫസ്റ്റ് ചെയ്യണം. ബാക്കി എന്ത് ആക്സറീസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് PPF നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഇത് ഒരുപാട് സ്ക്രാച്ചിന് പ്രോണായിട്ടുള്ള സംഭവമാണ്. ഈ പെയിൻറ്റ് പെട്ടെന്ന് തന്നെ ഡാമേജും അതേപോലെ സ്ക്രാച്ചും ഒന്ന് നന്നായിട്ട് എടുത്തു കാണിക്കുന്ന കളറുമാണ്. ഇതിൻ്റെ ഏകദേശം പെയിൻറ്റിങ് കോസ്റ്റ് തന്നെ ഒരു 2 ലക്ഷം രൂപ അടുപ്പിച്ച് പെയിൻറ്റിങ് കോസ്റ്റ് വരും നമ്മൾ പക്ക പാനൽ ബൈ പാനൽ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഒരു PPF നല്ലൊരു ബ്രാൻഡിൻ്റെ PPF നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രാച്ചിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം. വണ്ടി എപ്പോഴും PPF റിമൂവ് ചെയ്ത ബ്രാൻഡ് ന്യൂ പെയിൻ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന അൾട്രാ ഗാർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 5 ഇയർ വാറൻറ്റി PPF ആണ്. നമുക്ക് ഇയർലി സർവീസ് ഉണ്ട്. ഫസ്റ്റ് അതിൽ നിന്നാണ് തന്നെ വണ്ടി പണിഞ്ഞു തുടങ്ങുന്നത്. PPFന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ ജിയ ഗ്രില്ലാണ്. നമ്മൾ ഏകദേശം 100 വണ്ടി ചെയ്താൽ 90 വണ്ടികളിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ജിയ ഗ്രില്ല്. ഇപ്രാവശ്യം കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് പ്രകാരം റെഡ് ലെറ്ററിലും ആണ് ചെയ്തിരിക്കുന്നത്. അകത്തൊരു മെഷ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു DRL ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. GXനകത്ത് പ്രത്യേകിച്ച് ഫ്രണ്ട് എൻഡിലൊന്നും വരുന്നില്ല. അപ്പോൾ DRL ആഡ് ചെയ്തിട്ടുണ്ട്. DRLൻ്റെ കേസ് എല്ലാം നമ്മൾ വണ്ടിയുടെ ബോഡി കളറായ ആറ്റിറ്റ്യൂഡ് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ട്രൈ കളർ പ്രൊജക്ടർ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ പിന്നെയും വെട്ടോ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഫ്രണ്ട് എൻഡിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഫ്രണ്ട് എൻഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. ZXൻ്റെ സെയിം ലുക്ക് തന്നെ കിട്ടി. ലൈറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ZXനെ കാട്ടി നല്ല മികച്ച ലൈറ്റുകളാണ് നമുക്ക് ഈ ആഫ്റ്റർ മാർക്കറ്റിലൂടെ കിട്ടുന്നത്. പിന്നീട് ഫ്രണ്ടിലെ പ്രധാനപ്പെട്ട വ്യത്യാസം ഈ ക്ലാഡിങ്സ് എല്ലാം മാറ്റ് വരുന്നതാണ്. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ബോഡി കളറാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു ബ്ലൂ പേളാണ് വരുന്നത്. രാത്രി ആകുമ്പോഴത്തേക്ക് ചെറിയൊരു ബ്ലൂ ഷിഫ്റ്റ് വരുന്ന കണക്കുന്ന പേളാണ് ഇതിനകത്തുള്ളത്. സെയിം ബോഡി കളർ ഉപയോഗിച്ച് തന്നെയാണ് ഈ ക്ലാഡിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാ പാനൽസും പാർട്ട് ബൈ പാർട്സ് ആയിട്ട് റിമൂവ് ചെയ്ത് ബോഡി കളറാക്കിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ അലോയ്സ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. സ്ഥിരമായിട്ട് കാലിപ്പർ നമ്മൾ റെഡിലാണ് ചെയ്യാറുള്ളത്. ചില വാഹനങ്ങളിൽ ഗോൾഡ് ബ്ലൂ ഈ തീമുകളും ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫുൾ ബ്ലാക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നീട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൂളിംഗ് ഫിലിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗാർവെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫിലിംസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ 50% കട്ട് വരുന്നത്. ഫ്രണ്ടിൽ ആൻറ്റി ഗ്ലെയർ 50% ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും നമ്മുടെ ഈ ക്ലാഡിങ്സ് എല്ലാം റിമൂവ് ചെയ്ത് ഗ്ലോസി ആക്കിയിട്ടുണ്ട്. വണ്ടിൻ്റെ സെയിം ബോഡി കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ബാക്കിലത്തെ വർക്കുകൾ പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വർക്കുകൾ ബാക്കിയുണ്ട്. സ്പോയിലറൊക്കെ വയ്ക്കാനുണ്ട്. പിന്നെ ലെറ്റേഴ്സ് നമ്മൾ അതേപോലെ തന്നെ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ പാനൽസ് ഈ ബമ്പർ സെറ്റ് നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് ബോഡി കളർ ആക്കിയിട്ടുണ്ട്. പിന്നെ PPF ഒട്ടിച്ചാണെന്ന് പറയത്തേയില്ല, പക്കാ ഫിനിഷിങ്ങാണ്. കാരണം വണ്ടി ഫുള്ള് നമുക്ക് റിമൂവ് ആക്കി ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് PPF ഒട്ടിച്ചാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയത്തോലില്ല. അത്രമാത്രം പ്രിസിഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിലോട്ടാണ്. ഇൻറ്റീരിയറിൽ ബേസ് വണ്ടി ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. നമ്മൾ ഇതിനകത്തൊരു ആൻഡ്രോയിഡ് യൂണിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മ്യൂസിക്കിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പില്ലർ പോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പക്കാ ഫിനിഷിങ് വരുന്ന രീതിയിലുള്ളൊരു പില്ലർ പോഡാണ്. നമുക്ക് ഏകദേശം ഒരു 1-1.25 രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പക്കായിട്ടൊരു മ്യൂസിക് സിസ്റ്റം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് JBLൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഡോറും ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഡോർസ് ഡാമ്പ് ചെയ്തതിന് ശേഷം MTXൻ്റെ സ്പീക്കറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബേസിക് ലെവലായിട്ടുള്ളതാണ് ചെയ്തത്. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് ഇപ്പോൾ ആൽപ്പൈൻ വേണമെങ്കിൽ ആൽപ്പൈനിലോട്ട് നമുക്ക് പോകാം. പക്ഷേ പില്ലർ പോഡ് ഒരു അടിപൊളി ഫീച്ചറാണ് ഇതിനകത്ത് വരുന്നത്. പില്ലർ പോഡിനകത്ത് ഓൾറെഡി സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആ സ്പീക്കേഴ്സ് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇതുമായിട്ട് നമ്മുടെ ക്വാളിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പില്ലർ പോഡ് സ്പീക്കേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം ഈ 360ലാണ് ഒരു 10 ഇഞ്ച് ഹെഡ് യൂണിറ്റാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിവൈസാണ്. ഏകദേശം 52 രൂപ ബഡ്ജറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ കാലിബ്രേഷൻ ഇപ്പം ചെയ്തിട്ടില്ല. റഫായിട്ടുള്ളൊരു ക്യാമറ വ്യൂ ആണ് കാണിക്കുന്നത്. ഈ വാഹനം നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഫുൾ ടൈം റെക്കോർഡിംഗ് വിത്ത് 360 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലാരിറ്റി ഉണ്ട് ഈ സാധനത്തിന്. നമ്മൾ ഒരുപാട് ആൻഡ്രോയിഡ് യൂണിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഹൈക്രോസിന് വേണ്ടി മാത്രം സ്പെസിഫിക് ആയിട്ട് വരുന്നൊരു യൂണിറ്റാണ്. പക്ക ക്ലാരിറ്റി ഉള്ള യൂണിറ്റാണ്. ഇപ്പോൾ 360 ഡിഗ്രി നോക്കുവാണെങ്കിൽ പക്ക ക്ലാരിറ്റിയാണ്. ഇത് കാലിബ്രേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു റൊട്ടേഷൻ ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. കാലിബ്രേഷനൂടെ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ പക്ക വിസിബിലിറ്റി ആവും. അതേപോലെ തന്നെ ഈ പാനൽസ് നമ്മൾ റിമൂവ് ചെയ്ത് ഗ്ലോസി ബ്ലാക്ക് ആക്കി ഇൻറ്റീരിയറിൽ വെച്ചിട്ടുണ്ട്.
ഇനി അടുത്ത അപ്ഡേഷനായിട്ട് ഇതിൻ്റെ കൂടെ സീറ്റ് കവറും വർക്കുകളും എല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ ഏറ്റവും റിയർ എൻഡിൽ കൊടുത്തിരിക്കുന്ന JBL ഒരു ബാസ് ട്യൂബ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം 5 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഫുൾ വർക്കായിട്ട് തന്നെ ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ ഹൈക്രോസിന് ഇതേപോലെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം പാരിപ്പള്ളിയിലാണ്. താങ്ക്